ഹലോ ഫ്രണ്ട്സ്, കേരള PSC സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ വീഡിയോയാണ്. ഇനി വീട്ടമ്മമാരല്ലാതെ നൈറ്റ് സ്റ്റഡി ചെയ്യണമെന്ന ആഗ്രഹമുള്ള ആർക്കും യൂസ്ഫുൾ ആയ കുറച്ച് ടിപ്സാണ്. അപ്പോൾ നൈറ്റ് പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഫുള്ള് മിസ് ചെയ്യാണ്ട് കാണണം. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് ടിപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം മാക്സിമം അന്നത്തെ ദിവസം രാവിലെ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ നോക്കുക. പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിനേക്കാളും നേരത്തെ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി പറ്റുമെങ്കിൽ നമ്മൾ കാണുന്ന ആ ഡേ ഫുള്ള് കാണുന്ന രീതിയിൽ അത് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഫുള്ള് നമ്മൾ ആ ടൈം ടേബിൾ ഇന്നത് നമുക്ക് രാത്രി പഠിക്കണം എന്ന് നമ്മളിങ്ങനെ മൈൻഡ് സെറ്റാക്കി വെക്കുക. അപ്പം നമ്മളുടെ ബ്രെയിൻ താനെ അങ്ങോട്ട് സെറ്റാകും. നമുക്കിന്ന് നൈറ്റ് പഠിക്കാനുണ്ട്, ഇന്നതൊക്കെ നമ്മൾ കവർ ചെയ്യണം എന്ന് നമ്മൾ ആ ഡേ ഫുള്ള് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ഇടയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മളുടെ ഡിന്നർ കഴിക്കുന്നതിനെ പറ്റിയാണ്. നമ്മൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ മാക്സിമം ഒരു 1.5 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം. ഡിന്നർ എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഫുഡായിരിക്കണം. അതായത് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം, അരി നമ്മൾ കുറച്ച് കഴിക്കണം, പക്ഷേ പ്രോട്ടീനും വെജിറ്റബിൾസും നമ്മൾ അധികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പം നല്ല വയറ് നിറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ ഒരിക്കലും പഠിക്കാനിരിക്കരുത്. നമ്മൾ മാക്സിമം ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചതിന് ശേഷം പഠിക്കാനിരിക്കുക. അതേപോലെ എരിവ്, പുളി, മധുരമൊക്കെ പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ്. അപ്പം അങ്ങനെയുള്ള ഫുഡൊക്കെ കുറച്ച് ഒരു മാക്സിമം ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പഠിക്കാനിരിക്കുന്നതിന് 1.5 മണിക്കൂർ മുന്നേ തന്നെ കഴിക്കുക. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വൃത്തിയായിട്ട് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ നൈറ്റ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, കിച്ചൺ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സൊക്കെ ഇട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എനർജി ആയിട്ടും ലോങ് ടൈമും പഠിക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് നമ്മൾ രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വിശക്കാൻ ചാൻസ് ഉണ്ട്. അതുകൂടാണ്ട് ഉറക്കം വരുമ്പോൾ നമുക്കൊരു കട്ടൻ ചായ കുടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ കട്ടൻ ചായ നേരത്തെ തന്നെ ഉണ്ടാക്കി, അതായത് നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ടാക്കി ടേബിളിലെടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ ടൈമിൽ നമ്മൾ കിച്ചണിൽ പോയി നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കാൻ നിന്നാൽ തീർച്ചയായും നമ്മൾ വീട്ടമ്മമാർ കിച്ചണിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വർക്ക് കാണുകയോ അല്ലെങ്കിൽ നാളെ എന്ത് ഫുഡ് ഉണ്ടാക്കണമെന്നോ എന്തെങ്കിലുമൊക്കെ ചിന്ത നമ്മുടെ മനസ്സിൽ വരികയും നമ്മളുടെ പഠിത്തത്തിൽ നിന്നും ഡൈവേർട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കഴിയുന്നതും ഫ്ലാസ്കിൽ നേരത്തെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി വയ്ക്കുക. അതുകൂടാതെ ഇടയ്ക്ക് നമുക്ക് വിശക്കുവാണെങ്കിൽ കഴിക്കാൻ ചെറുതായിട്ട് നട്ട്സ്, ഇപ്പം നട്ട്സ് എന്ന് പറയുന്നത് കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് തന്നെ കരുതുന്നത് നല്ലതായിരിക്കും. ടിപ്പ് നമ്പർ 5 നമ്മുടെ സ്റ്റഡി റൂമിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ പഠിക്കാനിരിക്കുന്ന ടേബിളിൽ നമുക്ക് ആവശ്യമുള്ള ബുക്ക്, പെന്ന്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് വളരെ ആവശ്യമുള്ള, നമ്മളന്ന് ടൈം ടേബിളിൽ നമുക്ക് ആവശ്യമുള്ള ബുക്സും നമുക്ക് എഴുതാൻ ആവശ്യമുള്ള പേന, അങ്ങനെ വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി നമ്മളുടെ ടേബിളിൽ. അധികം ഡെക്കറേഷൻസോ അധികം ഫ്ലവർ വേസോ പിന്നെ പെൻ സ്റ്റാൻഡ് അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ അധികം ആർഭാടകരമായ കാര്യങ്ങളൊന്നും ടേബിളിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മളുടെ മൈൻഡ് നമ്മൾ രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കാനിരിക്കുമ്പോഴേക്കും മൈൻഡ് ഡൈവേർട്ട് ആകാൻ ചാൻസസ് കൂടുതലാണ്. നമുക്കത് കാണുമ്പോഴേക്കും നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് കുറേ നേരം നമ്മളുടെ വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അധികം ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്തതാണ് നല്ലത്. പിന്നെ ചെയറിലിരുന്ന് പഠിക്കുന്നവരാവാം, അല്ലെങ്കിൽ താഴത്ത് ഇരുന്നാണെങ്കിലും നമുക്ക് പഠിക്കാം. അപ്പോൾ ചെയറിലിരുന്നാണ് പഠിക്കുന്നതെങ്കിൽ അധികം ഇങ്ങനെ കുഷ്യനൊക്കെയുള്ള ടൈപ്പ് നല്ല ആർഭാടകരമായ ചെയറുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. സാധാ പ്ലാസ്റ്റിക് ചെയറിലിരുന്ന് പഠിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറക്കം പെട്ടെന്ന് വരത്തില്ല. അതുകൂടാതെ റൂമിൻ്റെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടാവണം. അരണ്ട വെളിച്ചത്തിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. ഇപ്പം പേടിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നല്ല വായുവും വെളിച്ചവും കിട്ടാൻ വേണ്ടി ജനലൊക്കെ തുറന്നിരുന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കഴിയുന്നത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുള്ള റൂമിലിരുന്ന് പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറങ്ങാനുള്ള ടെൻഡൻസി കൂടും. അതുകൂടാതെ ബെഡിലിരുന്ന് പഠിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ടിപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിയുന്നതും വായിച്ച് തന്നെ പഠിക്കുക. വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉച്ചത്തിൽ നമ്മൾ വായിച്ച് പഠിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എനർജി പെട്ടെന്ന് നഷ്ടപ്പെടാനും നമുക്ക് ഉറക്കം വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മീഡിയം വോയിസിൽ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറക്കത്തെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 7 ആണ്
ഒരേ കാര്യം തന്നെ ഒരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മൾ പഠിക്കുവാണ്, നമ്മൾ ബുക്ക് നോക്കി വായിച്ചാണ് പഠിക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബുക്ക് നോക്കി തന്നെ വായിച്ച് പഠിക്കാതിരിക്കുക. നമ്മൾ ഉറക്കം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നമ്മൾ വേറെ സബ്ജക്റ്റ് മാറ്റാനോ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് മാറ്റി വേറെ എന്തെങ്കിലും സബ്ജക്റ്റിലോട്ട് മാറ്റാനോ, അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നത് നിർത്തി കുറച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ ഡിവൈസ്, നമ്മളിപ്പം യൂട്യൂബ് നോക്കി പഠിക്കാം ഇടയ്ക്ക് കുറച്ച് നേരം. അങ്ങനെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചെയ്യുക. നമ്മൾ ഉറക്കം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പീരിയോഡിക്കായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ഫൈനൽ ടിപ്പ്, 8ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പഠിക്കുന്ന ടൈമിനെ കുറിച്ചാണ്. മിനിമം നമ്മളൊരു 8 മണിക്കെങ്കിലും പഠിക്കാനിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് 8 തൊട്ടൊരു 2 മണി വരെ, 2 മണിക്ക് ശേഷം നമ്മൾ പഠിക്കാനിരിക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പോൾ നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു 2 മണി വരെ ഇരുന്ന് പഠിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഒരു 6 മണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി മിനിമം നമ്മൾ 8 മണിക്കെങ്കിലും പഠിക്കാനിരിക്കണം. അപ്പോൾ വീട്ടിലെ മുതിർന്ന ആൾക്കാർ, ഇപ്പം നമ്മളുടെ പാരൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവാം, അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയുക നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുകയാണെന്ന്. ഇനി കൊച്ചു കുട്ടികളുള്ള ആളുകളാണെങ്കിൽ, ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ നമുക്ക് നേരത്തെ തന്നെ ഉറക്കം ശീലിപ്പിക്കാം. ഏകദേശം പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മയ്ക്കും ജോലി കിട്ടിയാലുണ്ടാവുന്ന ഗുണത്തെപ്പറ്റി, കുട്ടിക്ക് കൂടുതൽ ടോയ്സ് വാങ്ങിച്ചു തരാം, അമ്മയുടെ കയ്യിൽ കാശുണ്ടാവും, പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അവർ തീർച്ചയായും നമ്മുടെ പഠനത്തിൽ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ അവരൊന്നെങ്കിലും ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെയൊക്കെ കിടന്ന് ഉറങ്ങും. തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കാനിരിക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഡേ തന്നെ, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ നൈറ്റ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ 8 മണി തൊട്ട് 2 മണി വരെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ പതിയെ ടൈം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമുക്ക് മാക്സിമം ഉറക്കം വരുന്ന ടൈം വരെ നമ്മൾ എത്ര ടൈമാണെന്ന് നോക്കുക, എത്ര മണിയാകുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു അരമണിക്കൂറും കൂടി എങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ചിരുത്തി നമ്മൾ പഠിക്കണം. ഒരു അരമണിക്കൂർ, അത് കഴിഞ്ഞ് കിടന്നുറങ്ങുക. അങ്ങനെ ആ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്കൊരു 2 മണി വരെ ഇരുന്ന് സുഖമായിട്ട് പഠിക്കാം. ഒരു 6 മണിക്കൂറൊക്കെ നൈറ്റ് നമുക്ക് പഠിക്കാനിരിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് നല്ല കോൺസെൻട്രേഷനോട് കൂടി പഠിച്ചെടുക്കാം. പക്ഷേ ആദ്യത്തെ ദിവസം തൊട്ട് 2 മണി വരെ ഇരിക്കാൻ നമ്മൾ ട്രൈ ചെയ്യരുത്. അപ്പോൾ ഈ ടിപ്സ് എല്ലാം യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.